ദിവസമാണ്. ഇന്ന് മൊത്തം ഞങ്ങളുടെ ഒരു ആഘോഷങ്ങളുടെ ദിവസമാണ്. അതെ, നമ്മൾ 2 മില്യൺ അടിച്ചു. പിന്നെ നമ്മൾ 6 ഇയേഴ്സ് ആയി. അത് കൂടാതെ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നമ്മള് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ. ഈ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടിയത് ഇതിന് മുകളിൽ ഡേറ്റ് തന്നെ ഉണ്ട് ഗൈസ്. 14 മാർച്ച് 2023 കിട്ടിയത്. അതായത് 2 വർഷം കഴിഞ്ഞു. അതെ, ഞങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒക്കേഷൻ കിട്ടട്ടെ ഇത് അൺബോക്സ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. അതെ, ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഇത് അൺബോക്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. കാരണം ഒരുപാട് ആളുകൾ കമന്റ്സിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, പ്ലേ ബട്ടൺ കിട്ടിയില്ലേ, ഗോൾഡൻ പ്ലേ ബട്ടൺ എന്താ അൺബോക്സ് ചെയ്യാത്തതെന്നൊക്കെ. 2 മില്യൺ ആവാനായി എന്നിട്ട് നിങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ചു കുറെ ഞങ്ങളുടെ ആദ്യത്തെ പ്ലാന് ഈ സ്റ്റുഡിയോ ആയി കഴിഞ്ഞിട്ട് അൺബോക്സ് ചെയ്യാന്നായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ വേറൊരു പ്ലാനോടെ വന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിട്ട് ഇത് അൺബോക്സ് ചെയ്യാന്ന്. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെ പ്ലാൻ ഇഷ്ടമായിരുന്നല്ലോ ഗുൽമർഗ് പോകണം എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ ഇതുവരെ നമുക്കത് നടന്നില്ല. അങ്ങനെ ഡിലേ ആയി ഇത്രയായി. പിന്നെ നമ്മൾ വിചാരിച്ച് എല്ലാരും ഒത്തുവന്ന് സമാധാനത്തില് എല്ലാരും ഞങ്ങൾ 6 ആൾക്കാരും കൂടെ ഒത്തിട്ട് ഈ ഒരു പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഫൈനലി 2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതെ, അതും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് കൃത്യം April 1 ആണ്. 2019 April 1 നമ്മുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 6 വർഷമായി. 6 വർഷം തികയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ April 1 തന്നെ നമ്മൾ നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാണ്. നമ്മളെ 2 മില്യൺ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. കേക്കൊക്കെ ഞങ്ങൾ സെറ്റ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പല പല മെമ്മറീസ് ഞങ്ങൾക്ക് നിങ്ങളെ അടുത്തായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. കുറെ കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ആദ്യം കേക്ക് കട്ടിങ്ങിൽ അങ്ങോട്ട് തുടങ്ങിയാലോ. നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മള് 2 മില്യൺ ആഘോഷിക്കാം. നമ്മള് 1 മില്യൺ അല്ല ആഘോഷിച്ചേ, ഇങ്ങനെ 2 മില്യൺ റെഡി. അപ്പൊ ഗൈസ് നമ്മള് 2 മില്യന്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ 2 മില്യൺ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വലിയ താങ്ക്സ്. താങ്ക് യു. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ 2 മില്യൺ കട്ട് ചെയ്യാം. ഞങ്ങൾക്ക് ഇവരെ 2 പേരെ കിട്ടാൻ വേണ്ടിട്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്ത് അതിന് വേണ്ടിട്ടാ. അടിയാണോ അവിടെ? അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങളുടെ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഈ അടുത്ത് നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാം. അത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് 2 വർഷമായി, പക്ഷെ അത് കണ്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് എങ്ങനെയായിരിക്കും കാണാൻ. അപ്പൊ ഒഫീഷ്യലായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. ആദ്യമായിട്ടായിരിക്കും 2 മില്യൺ ഒരു എന്താ പറയാ ചാനല് എന്താ 1 മില്യന്റെ ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നത്. അതാണ് ഇവിടെ അത് 2 കൊല്ലം കഴിഞ്ഞിട്ട്. ഇത് ഞങ്ങൾ ആ ഒരു റൈറ്റ് മൊമെന്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എനിക്ക് മറ്റേ 1 മില്യൺ അടിക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാരും കൂടി ഇന്ന് കൈയടിച്ചൊക്കെ ഓർമ്മയായിരുന്നു. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നു എങ്ങനെയായിരിക്കും ഈ ഗോൾഡൻ പ്ലേ ബട്ടൺ എന്ന് കാണാൻ. പുള്ളോത്തി എന്നുള്ള പേരുള്ള ഗോൾഡൻ പ്ലേ ബട്ടൺ ആണ് ഗൈസ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത്. എല്ലാരും ഒന്ന് ഉത്സാഹിക്കും. ഞാൻ പോയിട്ട് കത്രിക എടുത്ത് വരും. അടുത്തത് Presented to Pulloti for passing 1 million. 1 million subscribers. നോക്കട്ടെ, നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ച പാക്കിങ്ങിന്റെ വെയിറ്റ് ഇതിന് മാത്രം പോയി കാണിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ വിജയമാണ്. കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ. നിങ്ങൾ കുറെ കാലമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ വരാത്തെ. അങ്ങനെ ഞങ്ങൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ കൂടെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ട് ഗൈസ്. യൂട്യൂബിന്റെ സൈഡിൽ യു ഡിഡ് ഇറ്റ്. 1 മിഷൻ 1 ചാനൽ ആൻഡ് 1 മോർ തിങ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് യൂട്യൂബിന് ഒരു കുഞ്ഞു ലെറ്ററും കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ തന്നെ ഇതിൽ കാണാം. അവരായിട്ട് നോക്കിയൊക്കെ കണ്ടില്ലല്ലോ. ഇതാണ് ഞങ്ങളുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ.
ഗൈസ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഇത് കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല അല്ലെ. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 6 വർഷം മുന്നേ 6 വർഷം മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നോർമൽ ഒരു ലെവലിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആവും. അതുപോലും ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ ആവും. ഒരു നമ്മള് 1 lakh ഒക്കെ 1 lakh അന്നത്തെ സമയത്ത് നമ്മൾ ആലോചിക്കും. പക്ഷെ 1 lakh കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നൊക്കെ ചിന്തിക്കുന്ന പോലും. പിന്നെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ 1 million എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ്. കാരണം നമുക്ക് വളരെ റയർ ആയിട്ടുള്ള ചാനൽസിൽ നമ്മൾ 1 million അടിക്കുന്ന അന്നൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഒരിക്കലും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കൂല ഇങ്ങനെ ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. കാരണം നമ്മൾ ആ സമയത്തൊക്കെ ഷോർട്സ് ഇല്ല, നമുക്ക് ലോങ് വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പോ 1 million എന്ന് പറയുന്നത് ഭയങ്കര ദൂരത്തുള്ള ഒരു സംഭവമായിരുന്നു. അതെ, ഈ ലോങ് വീഡിയോസ് മാത്രം ഇട്ടിട്ട് അത് 1 million ആയിട്ടുള്ള ഒരു ചാനൽ എന്ന് പറയുന്നത് വലിയ ചാനലാണ്. വലിയ വലിയ ചാനൽസ് അന്ന് നമ്മൾ കാണുന്നവരൊക്കെ വെച്ചാൽ അത്രയും വലിയ ചാനൽസ് ആയിരിക്കും ഈ ഗോൾഡൻ പ്ലേ ബട്ടൺ ഒക്കെ കയ്യെ പിടിച്ച് നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്റെ ഭാഗത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 6 വർഷത്തെ അവരുടെ ഏറ്റവും വലിയ എഫേർട്ടാണ് ഈ ഒരു പ്ലേ ബട്ടൺ. പിന്നെ 6 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവാണ്. വളരെ വലിയ കാര്യം, ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാവാൻ പറ്റുന്ന ഒരു അത്രയും വലിയൊരു കാലയളവാണ്. അതിന്റെ ഇടയ്ക്കാണ് അത് നമുക്ക് ഇതേപോലെ തന്നെ ഒരുമിച്ച് നിന്ന് ഈ 6 വർഷം കൊണ്ടുപോകാൻ പറ്റിയ തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാല് ഞങ്ങൾ ഈ വീഡിയോസ് ചെയ്യല് വളരെ ഒരു തമാശക്ക് തുടങ്ങിയ കാര്യമൊന്നുമല്ല. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്യണം, ഇന്ന കണ്ടന്റ് ആണ് ചെയ്യേണ്ടത്, എല്ലാവരും 4 പേരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് വളരെ സീരിയസ് ആയി എടുത്തൊരു പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഈ ഒരു 2 million സബ്സ്ക്രൈബേഴ്സ് ആവാം, നമുക്ക് ഈ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടാം. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഡ്രീമിയാണ്, ഭയങ്കര ബ്ലസ്ഡ് ആണ്. അതിന് എല്ലാത്തിന്റെ പിന്നിലുള്ള റീസൺ നിങ്ങളാണ് ഗൈസ്. അപ്പൊ ഒരുപാട് താങ്ക് യു ഗൈസ്. ഇനി നമുക്ക് കുറച്ച് 6 കൊല്ലം ബാക്കോട്ട് പോവാം. നമ്മൾ കഴിഞ്ഞ പഴയ വീഡിയോസ് ഉണ്ടാവില്ല, 6 വർഷത്തെ മുന്നുള്ള വീഡിയോസ്, അത് നമുക്ക് ഒന്ന് എടുത്തിട്ട് റിയാക്ട് ചെയ്യാം. സത്യം പറഞ്ഞ ഗൈസ് എനിക്ക് തുറക്കാൻ പേടിയാവുണ്ട്, കാരണം പഴയ വീഡിയോസിൽ എനിക്ക് ഇഷ്ടമില്ല. എല്ലാരും കുട്ടികളാണ്. അതെ, പിന്നെ ഞാനൊന്നും വാവൊന്നും തുറക്കില്ല. ഞാൻ 5 അധികം ഇങ്ങനെ സംസാരിക്കല്ലോ. എപ്പോഴെങ്കിലും ഞാനൊരു കൗണ്ടർ അടിക്കും. അപ്പൊ ഓരോ സമയത്ത് ഓരോ കൗണ്ടർ മാത്രം. ഇവിടെ എന്തെങ്കിലും പറയുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അതെ, ഒരു പുച്ഛാണ് അതില്. ശരിക്കും അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, പേടിയോണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയത്. അല്ല, അന്ന് ആ സമയത്ത് അങ്ങനെയൊക്കെ തന്നെ എല്ലാരും മറ്റേ യൂട്യൂബിലൊക്കെ സംസാരിക്കാൻ തോന്നില്ലേ? അറിയില്ലേ, അത് കാര്യം ഞങ്ങൾക്ക് പേടിയായിട്ടാണോ, കാണുന്നവർക്ക് ചിലപ്പോൾ ചാടിയാന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു, ശരിക്കും ഞങ്ങൾക്ക് പേടിയായിട്ടാണ്. അയ്യോ, എന്റെ സംസാരമൊക്കെ കേൾക്കണോ? ഇപ്പോഴാണ് നമ്മൾ കുറച്ച് എന്താ പറയാ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം, നമ്മള് വീട്ടിലുള്ള പോലെ സംസാരിക്കാം. അതിന് മുന്നേ വരെ അങ്ങനെയായിരുന്നു. അന്നത്തെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ എന്തോ പോലെ അയ്യോ അന്ന് ഇങ്ങനെയാണോ സംസാരിച്ചെന്നൊക്കെ തോന്നും. ചിലപ്പോ ഇപ്പൊ ഈ സംസാരിക്കുന്ന രീതി കുറച്ച് 2-3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഈ കുറച്ചും കൂടെ നന്നാക്കായിരുന്നു എന്താന്നറിയില്ല, അതൊരു പ്രത്യേക തരം സാഹചര്യം തോന്നും. നമ്മുടെ ചാനൽ എടുക്കുമ്പോൾ ഓൾഡസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ഗൈസ് ആദ്യം വരുന്നത് മലയാളം. അത് ആ എക്സ്പ്ലനേഷൻ എഴുതാൻ തന്നെ എത്രയോ സമയം എടുത്ത്, എഴുതാൻ 3 മാസം എടുത്ത്. അതെ, ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവളിങ്ങനെ രാത്രി ആ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോ മറ്റേ ഇതൊരു ഒരുപാട് അപ്പൊ അതുകൊണ്ട് ഇനി ഇരുട് വേണം, മിസ്റ്ററി അല്ലേ, അപ്പൊ ഒരു ഇരുട്. പക്ഷേ ഫോർമലായിട്ട് ഇങ്ങനെ നിന്ന് പറയാ ഒരു രീതിയിൽ. അല്ല, വേറെ കാര്യം എന്താ പറയാ, ശ്രീ സംസാരിക്കുക ശരിക്കും ഇങ്ങനെ അല്ലേനു. ശ്രീ ഭയങ്കര അച്ചടി അക്ഷരസ്ഫുടതയോടുകൂടി അതുകൊണ്ട് നീ എക്സ്പ്ലനേഷൻ ഒക്കെ പറയാൻ ഓളെ കഴിഞ്ഞിട്ടേ ബാക്കിയാണോ പറ്റും. അത് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ആയിരുന്നു. അതെന്താ 7 തവണ ഞാൻ ആ സിനിമ മാത്രം കണ്ടിട്ടുണ്ട്. അതിനുശേഷം എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ അതിന്റെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അതിൽ എന്തേ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കണം. അത്രയും പോയിട്ട് ചെയ്ത ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നത്. പ്ലേ ഒന്നും മനസ്സിലാവാൻ പോണില്ല. മറ്റേ ചെന്നായിന്റെ സൗണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി വീഡിയോന്റെ അവസാന പോരാതെ സിനിമയിലെ പ്രത്യേക ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെങ്കിൽ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി വീഡിയോയില് ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിക്കോർഡഡ് മൂവീസ് ആൻഡ് ഫെയിം. എന്ത് മാറ്റാലേ. പക്ഷേ
ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് നമ്മൾ ആ ഒരു ഫിലിം തുടക്കം മുതൽ ഒടുക്കം വരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ പണ്ട് ഇങ്ങനത്തെ കുറച്ച് സ്റ്റാഫ് ഉണ്ടല്ലോ. പക്ഷെ ഇതില് ശ്രീ ഭയങ്കര തോന്നൂല, ഭയങ്കര കോൺഫിഡന്റ് ആണ്. പിന്നെ ഇത് ശ്രീന്റെ ക്രാഫ്റ്റ് അല്ലേ? അതെ, അത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ട് ബൾബ് അതിനുള്ളിൽ തൂക്കിയിട്ടാണ് ഇത് ഇതില് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ശ്രീന്റെ ക്രാഫ്റ്റ് ആണ്. ഇനി നമുക്ക് വേറെ വീഡിയോ എടുക്കാം. വേറെ എടുക്കാം. അയ്യോ എന്ത് തോന്നുന്നു? ഞാൻ കുറച്ച് കാലമായിട്ട് ചിലൊരു 6 വർഷമാണെന്നെങ്കിൽ ഞാൻ ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഏകദേശം കണ്ടു തുടങ്ങി. കണ്ടു തുടങ്ങുമല്ലോ. കാരണം ഇങ്ങനെയാണ് ചിലപ്പോൾ ഇങ്ങനെ കണ്ടു തുടങ്ങി. ഒരു ക്ലീഷേ ചാലഞ്ച്. ഇനി ഷാമി ആദ്യം വന്ന ചാലഞ്ച് ചെയ്താ. ഫസ്റ്റ് ആയിട്ട് ഞാൻ വന്ന വീഡിയോ എന്ന് പറയുന്നത് ഇവര് പേടിപ്പിച്ചതാണ് guys. ഇവരെന്നെ പ്രേതത്തിനെ കാണിച്ച് പേടിപ്പിച്ചു. ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് വേറെ വീഡിയോസ് ഉണ്ടായിരുന്നു നമ്മൾ ഈ സിനിമ റിലേറ്റഡ് ആയിട്ട് ചെയ്തത്. അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്തത് പ്രൈവറ്റ് ആക്കിയിട്ട്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതിലെ ഫസ്റ്റ് വീഡിയോ ആണ്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതില് ഷാമി വരുന്ന ഫസ്റ്റ് വീഡിയോ. ട്രൈ നോട്ട് ടു റിയാക്ട് ചാലഞ്ച്. എനിക്ക് ഈ ഫസ്റ്റ് വീഡിയോയിൽ വരുന്ന സമയത്ത് ഒരു പ്രശ്നവും ഇല്ലേനു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യാൻ. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹമാണ് കപ്പിളൊക്കെ ആയിട്ട് വീഡിയോ വ്ളോഗ്സ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളെ ലോഗോ നോക്കുക, അതിപ്പോഴും മാറ്റിയില്ല. അത് ഇവിടെ വരച്ച് ഡിസൈൻ ചെയ്തതാണ്. അത് എവിടെ നിന്നൊക്കെ ഞാൻ ആക്കി ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പം പ്ലേ ചെയ്യാം. ഹൈലൈറ്റ്സ് എടുക്കാം. ഷാമി ഭയങ്കര റിയാക്ഷനിൽ ലോകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ കുറച്ച് ഹൊറർ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാന്നുള്ളതാണ് നമ്മൾ. അല്ല ഞാൻ പറയട്ടെ, കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് റിയാക്ട് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ. ശരിക്കും ഇങ്ങനല്ലേ സംസാരിച്ചേ? മൊത്തം എക്സ്പ്രഷൻ 5 എൻട്രി വരാണ്ട് കഴിച്ചത്, അത് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് വീഡിയോയിലേക്ക് പോവാണ്. നോക്കി നോക്കാം. ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ പേടിയുള്ള ആൾക്കാരാണ്. ശ്രീയാണെങ്കിൽ കുറച്ചും കൂടെ അതായത് വന്ന് പരിചയമുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ക്യാമറ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മളിപ്പോ പേടിക്കോ? ഷാമി മുന്നിൽ കയറിയിരിക്കുന്നു, ചിലപ്പോ പേടിക്കും. ഈ പേടിപ്പിക്കുന്ന വീഡിയോസ് ഒക്കെ കഴിച്ച് ഞാൻ ശല്യം കൂടെ സെലക്ട് ചെയ്തു. അതാണ് നേരത്തെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതെ, ആ ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ. വരുന്നുണ്ട്. അല്ല അതൊക്കെ പെട്ടെന്ന് വന്നപ്പോഴാ. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഞാനന്ന് പേടിച്ചത്. അത് പേടിച്ചു. ഇനി നമുക്ക് 5ന്റെ എൻട്രി കാണാം ഗൈസ്. ബിങ്കോ ഈറ്റിംഗ് ചാലഞ്ചിന്റെ അതിൽ ഞാൻ വാ തുറന്നിട്ടുണ്ടോന്ന് വരെ സംശയമാണ്. പക്ഷെ ജയിച്ചോളൂ. ഓള് ജയിച്ചതോളാണ്. അതെ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ചാലഞ്ച് ആണ്. നമുക്ക് വേണ്ടി 15 മിനിറ്റിനുള്ളിൽ ഇതിൽ ഏറ്റവും കൂടുതൽ തിന്നുന്നവരാണ് ഈ ചാലഞ്ചിൽ വരുന്നത്. ഇത് ശ്രീന്റെ ഫ്രണ്ട്, വീടിന്റെ ഫ്രണ്ടാണ്. ഇതിന് ശ്രദ്ധിച്ചറിയാം. 5 ക്യാമറയിലേക്കല്ല നോക്കും, നിന്റെ മുഖത്തേക്കാ നോക്കും. അവിടെ ക്യാമറയിലേക്ക് നോക്കി എന്ന് പറയുന്നത് എനിക്ക് ഫെമിലിയർ അല്ല, ഞാൻ ആദ്യമായിട്ട് വരികയാണ്. അതുകൊണ്ട് ബാക്കിൽ ഇവരോട് അത് പറയാന്നല്ലാണ്ട് എനിക്ക് മുന്നിൽ വന്ന് നിൽക്കാൻ ഐഡിയ ഇല്ലല്ലോ. ക്യാമറയിലേക്ക് നോക്കണേ. നിന്റെ മുഖത്തേക്കാ നോക്കുന്നേ. പക്ഷെ എന്തൊരു മാറ്റല്ലേ. ഞാൻ ഓരോ കഴിയുമ്പോ സല്ലിനെ നോക്കുകയാണോ ഞാൻ കഴിക്കുന്നത്. ശ്രീ അന്ന് ചുവന്ന ലൈറ്റ് എടുത്തിട്ടാ കൈ പിടിച്ചിരിക്കുന്നത്. അത് അന്ന് നോക്കാൻ ടൊമാറ്റോ ഫ്ലേവർ അഞ്ചിക്ക് ഒരു പാവമാറ്റമില്ലേ? പാക്കറ്റ് ഉണ്ട് 13 എണ്ണം. ഞാനിട്ട് ഇന്നത്തെ പോലെ തന്നെ.
5 ശരിന്ന്. ഈ ബിങ്കോ ഈറ്റിംഗ് ചാലഞ്ചിന്റെ പ്രത്യേകത കേസ് അന്നത്തെ കാലത്ത് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ബിങ്കോ ചാലഞ്ചിന്. എത്ര ബിങ്കോ വാങ്ങിയത്? 300 രൂപക്ക് എങ്ങനെ ബിങ്കോ വാങ്ങിച്ചു? ആ സമയത്ത് ഞങ്ങൾ അതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അത് വലിയ ഇൻവെസ്റ്റ്മെന്റ്. അന്ന് 300 രൂപക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് അത് 300 രൂപക്ക് കിട്ടാൻ ഭയങ്കര വിഷയമാണ്. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. അടുത്ത വീഡിയോ പോരട്ടെ. ഷാമിന്റെ മറ്റേ എക്സാം പ്രാങ്ക് ആണ്. പിന്നെ ഭയങ്കരമായ ആൾക്കാരിലേക്ക് പോയ video. നമുക്ക് ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് കേറിയത് ആ എക്സാം പ്രാങ്ക് ആയിരുന്നു. ഇതിന്റെ ചങ്ക് തകർത്ത ചാലഞ്ച് അല്ല ചാലഞ്ച് ഇത് പ്രാങ്ക്. അല്ല അല്ല നമുക്ക് ട്രയാങ്കിൾ എക്സ്പ്ലനേഷൻ വന്നപ്പോ ഒരു 3K കയറി. അന്ന് 3K കയറി, പിന്നെ അത് ഗ്രാജുവലി കയറി. പക്ഷെ നമുക്ക് ആ ഒരു ടൈപ്പ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അപ്പൊ അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ പ്രശ്നം നമ്മൾ ഇതിന്റെ മുന്നേ പറഞ്ഞു. കാര്യം ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ദിവസം നമ്മൾ അതിന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ കിട്ടുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ട്രയാങ്കിളിന് 3 മാസമോള് എഴുതാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ നമുക്ക് ഒറ്റ വീഡിയോ ഒറ്റ എക്സ്പ്ലനേഷൻ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ മെല്ലെ വ്ളോഗ്സ് എന്നുള്ള രീതിയിലോട്ട് മാറിയത്. പിന്നെ വ്ളോഗ്സിലേക്ക് കയറിയതിനു ശേഷം നമ്മൾ ഇവളുടെ എക്സാം പ്രാങ്ക് ഇട്ടപ്പോഴാണ് നമുക്കൊരു ബൂസ്റ്റ് കിട്ടിയത്. നമ്മളോട് അധികം ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് കണ്ടു തുടങ്ങി എന്ന് പറയുമ്പോൾ കുറച്ച് മുന്നേ മുതൽ കാണുന്നവർ പറയുന്നത് ഷാമിന്റെ എക്സാം പ്രാങ്ക് കണ്ടിട്ടാണ് ഞങ്ങൾ ചാനലിലേക്ക് കമന്റ്സ് വരും. ഇപ്പോഴും അങ്ങനെ. എനിക്ക് ഇപ്പോഴും കളിയാക്കൽ കിട്ടുന്ന ഒരു പ്രാങ്ക് അതാണ്. ആ എക്സാം പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് നമ്മൾ ചാനൽ തുടങ്ങി 1.5 വർഷം 2 വർഷത്തോളം. അതെ, അതിന്റെ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 1.5 വർഷം 2 വർഷവും ആ റീച്ച് ആവുന്നത് വരെ നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നുണ്ട്. പിന്നെ ആ ഒരു 2 വർഷം ആവാറായ ഒരു മൊമെന്റിലാണ് ആ വീഡിയോ ഇടുന്നതും പിന്നെയാണ് ചാനൽ കുറച്ച് റീച്ച് ആയി വരുന്നത്. അപ്പൊ ആ 2 വർഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. പിന്നെ മെല്ലെ ഗ്രാജുവലി നമ്മളിങ്ങനെ ഹൈറ്റ്സിലോട്ട് എത്താൻ തുടങ്ങി. പിന്നെ പറഞ്ഞാൽ നമ്മള് കണ്ടന്റില് മാക്സിമം നമ്മൾ ബെറ്റർ ആക്കാൻ നോക്കും. അന്നും തംബ്നെയിൽ എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം നന്നാക്കാൻ നോക്കൂ. എനിക്ക് നല്ല ഡൊസ്റ്റ് അടിക്കുന്നത് ഈ തംബ്നെയിൽസ് ഒക്കെ എല്ലാം കൂടി കാണുമ്പോ. പാനിപൂരി ചാലഞ്ച്, ഈറ്റിംഗ് ചാലഞ്ച് കഴിച്ചു. അതിക്ക് ഭയങ്കര നൊസ്റ്റു. കാരണം പാനിപൂരി മൊത്തണ്ടാക്കിയ എത്ര പാനിപൂരി 100ന് മുകളില് 100ന് മുകളിൽ പാനിപൂരി ഉണ്ടായിരുന്നു. 100ന് മുകളില് പാനിപൂരി കഴിച്ചു. ഞാൻ ഒറ്റ ഉണ്ടാക്കിയ സാധനമാണത്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഉണ്ടാക്കിയെന്ന്. അത് അന്നത്തെ സമയത്ത് നമുക്ക് പുറത്തുനിന്ന് 100 വാങ്ങിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റൂല. പിന്നെ അന്ന് എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു. ഇവക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ചാടാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പൊ ഷാമി ഒറ്റയ്ക്ക് ഉണ്ടാക്കി. അത് ഷവർമ്മ. ഉണ്ടാക്കിയത് നമ്മളുണ്ടാക്കിയത് ഞാനില്ല. ഇല്ലില്ല, അന്ന് ഇവക്ക് അന്ന് എത്താൻ പറ്റിയില്ല. എന്റെ അമ്മ അന്ന് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഷവർമ്മക്ക് ചിക്കൻ വാങ്ങിക്കാൻ പോയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആ ഒരു സമയത്ത് ചാനലൊക്കെ തുടങ്ങാന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിലുള്ള പൈസ എടുത്തിട്ട് വേണം നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട്. നമുക്ക് വീട്ടുകാരുടെ ചോദിക്കാൻ പറ്റില്ല. കാരണം അന്ന് യൂട്യൂബ് ഒന്നും ഒരു ജോലിയായിട്ട് കണ്ടു തുടങ്ങിയിട്ടില്ല. അതെ, എന്താന്ന് വലിയൊരു ഐഡിയ ആർക്കും ഇല്ല. അത് നമ്മള് കാണിച്ചു കൊടുത്ത് അത് സക്സസ്ഫുൾ ആവുമ്പോഴാണ് ആൾക്കാർക്ക് ഇത് ഇങ്ങനെ ആണെന്ന് മനസ്സിലാവുന്നത്. അതുവരെ ആർക്കും എന്താണ് അതൊരു സംഭവമാണ് ചെയ്യാൻ ആർക്കും ഇല്ലായിരുന്നു. അതെ, അപ്പൊ നമുക്ക് നമ്മളെ കയ്യിലുള്ള പൈസ എടുത്തിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോസിനൊക്കെ ചെലവാക്കാൻ പറ്റുള്ളൂ. ഇവരാണെങ്കിൽ പഠിപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇവളാണെങ്കിൽ ഭയങ്കര കുഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് തീരെ പൈസ ഇല്ല. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത് പറയുന്നില്ല. അതൊക്കെ പറഞ്ഞ കുറെ പറയുന്നില്ല. അതെ, പിന്നെ ഞങ്ങൾ 4 വർഷമായി ഒളിപ്പിച്ചു വെച്ച ഒരു സത്യം ഇവിടെ പറയാൻ പോവാണ്. വയനാട്ടിലേക്ക് ഒരു ബുള്ളറ്റ് യാത്ര എന്ന് പറഞ്ഞിട്ട് എന്റെ ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ പിറ്റേ ദിവസം ഞാനും ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ വയനാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബുള്ളറ്റ് യാത്ര അതിൽ എന്റെ കൂടെ ആരാളുള്ളതെന്ന് കാണിച്ചിട്ടില്ല. ആരെ പുറകിലാണ് ഞാൻ നിൽക്കുന്ന ബൈക്കിൽ പോണതെന്ന് കാണിച്ചിട്ടില്ല. അത് ഇവനായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെയാണ് അങ്ങോട്ടേക്ക് പോയത്. അന്ന് 5ക്ക് എത്ര പുറത്തിറങ്ങാനുള്ള ആക്സസ് ഇല്ലായിരുന്നു. അതിനോട് 5 ഇല്ല. ഇന്നിപ്പോ വീട്ടിൽ കയറലുണ്ടോ? വീട്ടിൽ കയറല് കുറവാ. മഞ്ഞും മലയും താണ്ടി ഹൈ റേഞ്ചിലേക്ക്. ഈശ്വര, അന്ന് കുറെ ട്രാവൽ ബ്ലോഗ് ഇട്ടുണ്ട്. പിന്നെ 7 പൊളിച്ചേക്ക് ഇവിടുന്ന് പോകും. ഞങ്ങൾ 4 പേരും. അല്ല, എല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ചാലഞ്ചസ്, ട്രാവല്, ക്രാഫ്റ്റ് പോലത്തെ ആ ഭീമൻ
ഭീമൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ക്രാഫ്റ്റിന്റെ ഏറ്റവും വലിയ വേർഷനാണ് ആ ഭീമൻ സ്റ്റാർ എന്ന് പറഞ്ഞാല്. ദിവസം എടുത്തിട്ട് ചെയ്തത്. ക്രിസ്മസിന് ആയിട്ട് ചെയ്തതായിരുന്നു ആ ഒരു വലിയ സ്റ്റാർ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ അത് ചെയ്തിട്ട് ഞങ്ങൾക്ക് അന്ന് അത്ര റീച്ച് കിട്ടിയില്ല. അന്ന് സത്യം പറഞ്ഞാൽ വിഷമമായി ഞങ്ങൾക്ക് വീഡിയോ ഇട്ടപ്പോ, കാരണം തീരെ കേറിയിട്ടില്ല. ഇപ്പൊ തന്നെ അതിന് എത്ര വ്യൂ? 1,96,000. അതിപ്പോ റീച്ച് ആയതിനു ശേഷം അത്ര അത് പിന്നെ ഈ ട്രാവൽ വ്ളോഗ് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര നൊസ്റ്റുള്ള ഒരു സാധനമാണ് കേട്ടോ. രാവിലെ പൊലച്ചയ്ക്ക് കറങ്ങും ഞങ്ങള്. നേരം വെളുത്തതിന് മുന്നേ ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റ് ഒക്കെ പിടിച്ച് അവിടെ ഇങ്ങനെ നേരം വെളുത്ത് ഇങ്ങനെ ആ ഒരു സൺറൈസ് ഒക്കെ കണ്ട്. ഗൈസ്, നമ്മുടെ ചാനലിലെ ഫസ്റ്റ് കേക്ക് ഡെക്കറേഷൻ, ഇത് മലയാളത്തിൽ തന്നെ ഫസ്റ്റ് വന്ന കേക്ക് ഡെക്കറേഷൻ ആണ് കേട്ടോ. അത് കാരണം ഞങ്ങൾ അത്രയും നോക്കി, ഒരൊറ്റ റെഫറൻസ് പോലും ഇല്ല. അപ്പൊ എന്താ അറിയോ പ്രശ്നം വരുന്നത്, നമ്മളായിട്ട് തന്നെ അതിന്റെ സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഇട്ട്, ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഇട്ട് അത് എങ്ങനെ റൗണ്ട് ആക്കും നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ കൃത്യമായിട്ട് റൗണ്ട് ആക്കി എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുന്നത്. ഫസ്റ്റത്തേലാണ് ഞങ്ങൾ തന്നെ പഠിച്ചത്. അടുത്തേൽ എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ വെക്കണം, ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ അതിനൊരു പ്രശ്നം കൂടി വന്നു. ഈ സാധനങ്ങളെല്ലാം ഏകദേശം ഒന്ന് ലിസ്റ്റ് ആക്കി വന്നപ്പോ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ അതൊരു വലിയ കോസ്റ്റ് ആണ്. പിന്നെ 3 കേക്ക് അന്ന് നമ്മള് കേക്ക് ഉണ്ടാക്കിയതാ, കേക്ക് ഡെക്കറേഷന് വേണ്ടി നമ്മൾ തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ട് ഞാനാണ് കേക്ക് മറ്റേ ഇതൊക്കെ ചെയ്തത്, ഐസിംഗ് ഒക്കെ ചെയ്തത്. അയ്യോ ശരിയാണ്. ഏച്ചിന്റെ അടുത്തുനിന്ന് ബീറ്റർ വാങ്ങിക്കൊണ്ടുവന്ന് ഏച്ചിനോട് വിപ്പിംഗ് ക്രീം ഏതാന്ന് ചോദിച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് അതിന്റെ മറ്റേ മെഷറിംഗ് കപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനമാണെന്ന്. പക്ഷെ അതാണ് ഞങ്ങൾക്ക് പിന്നെ കിട്ടിയ വലിയ ബൂസ്റ്റ്. ഇത് നല്ല വ്യൂ കയറിയ വീഡിയോ ആയിരുന്നു. ഇത് നമ്മള് അതെന്താ അറിയോ, ഈ ഒരു ഐഡിയ പറഞ്ഞ സമയത്ത് തന്നെ ഇത് കുറച്ച് വലുതാണല്ലോ. നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ തന്നെ കേക്ക് ഉണ്ടാക്കി. അപ്പൊ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ നമുക്ക് എന്തായാലും കാണിക്കുമ്പോ അങ്ങനെ വേണം. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഈ കേക്കിന്റെ സാധനങ്ങൾ വാങ്ങി നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോ ഒരു കേക്കിന് കൊടുക്കേണ്ട പൈസ വെച്ചിട്ട് നമുക്ക് ലാഭിക്കാലോ. കേക്ക് ഒരു ക്യൂട്ട് കേക്ക്. അപ്പൊ അതായിരുന്നു ഗൈസ് നമ്മുടെ ഫസ്റ്റ് കേക്ക് ഡെക്കറേറ്റിംഗ് വീഡിയോ. അതിനുശേഷം നമ്മൾ ഒരുപാട് കേക്ക് ഡെക്കറേഷൻ ചെയ്തു. അതിനുശേഷം ഇനിയും ഒരു കിടിലൻ കേക്ക് ഡെക്കറേഷൻ വരുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ഈ കേക്കൊക്കെ ഇന്റെ കേക്കൊക്കെ നിറഞ്ഞെടുക്കുന്നു ബൾക്കായിട്ട്. പക്ഷെ എന്നാലും അന്ന് എന്തൊക്കെയോ വെച്ച് എങ്ങനെയൊക്കെയോ പറഞ്ഞാല് നമ്മള് ഈ ഒരു സമയത്തത്തെ പ്രോപ്പർ ട്രെൻഡിലുള്ള കേക്ക് ഡെക്കറേഷൻ ആണ് ഗൈസ് ഇനി വരാൻ പോകുന്നത്. അതെ, പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാം. വിഷുവിന് മുന്നോടിയായിട്ട് ഞങ്ങളിത് പടക്കം പൊട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് 3 സാധനങ്ങളാണ് ഗൈസ് നമുക്കുള്ളത്. എന്തൊക്കെ സാധനങ്ങളുണ്ട്, എന്താ പേര് 60 ഷോട്ട് 30 ഷോട്ട് പൂക്കുറ്റി, കമ്പിത്തിരി, പിന്നെ പെൻസിലുകള്, പിന്നെ വേറെ ഉണ്ട്. ഇതൊരൊറ്റ ഷോട്ടാണ് ഗൈസ്. ഇത് കളർഫുൾ ആയിട്ട് പൊട്ടുന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് പിന്നെ പടക്കം കണ്ട പ്രാന്താണല്ലോ, അതുകൊണ്ട് എല്ലാ പടക്കക്കട മൊത്തം വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ട്. പിന്നെ കൂടാതെ പിന്നെ വേറെ കുറെ സാധനങ്ങളുണ്ട്. ഇതുവരെ ചറപറ പൊട്ടുന്ന നല്ല ഭംഗിയുള്ള ഷാമി പൊട്ടിക്കുന്ന സാധനം. അതെ, അതുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങിയാൽ ഇതിൽ 60 ഷോട്ട് ഷാമി ഒറ്റയ്ക്ക് പൊട്ടിക്കുന്നത്. അഭിപ്രായത്തിൽ നമുക്ക് 30 ഷോട്ടിൽ തുടങ്ങാം. അതെ, സാധാരണ നമ്മൾ 4 ആൾക്കാരും കൂടെ ഇപ്രാവശ്യം പൊട്ടിക്കുന്ന ഇവരെല്ലാരും ഉണ്ട്. 30 ഷോട്ട് അമലേട്ടനാണ് പൊട്ടിക്കുന്നത്. ഇതാണ് ഗൈസ് 30 ഷോട്ട്, സിംഗപ്പൂർ ഷോട്ട്, ക്രാക്ലിംഗ് മൾട്ടി കളർ ഷോട്ട്സ്. അതിലെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താ അറിയോ, വിഷു വന്നോണ്ടിരിക്കട്ടെ, വിഷു എടുക്കാനല്ലോ. ഇന്നിപ്പോ ഏപ്രിൽ 1 ഇനി എന്ന് പറയുന്നത് 10-13 ദിവസമല്ലോ വിഷുവിന്. അപ്പൊ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മാക്സിമം ഞങ്ങൾ വാങ്ങിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മള് 30 ഷോട്ട് പൊട്ടിക്കാൻ പോവാണ്. റെഡി അല്ലേ? ഓക്കെ, ഓടാൻ റെഡി വീഴല്ലേ? ഒരു മിനിറ്റ് ഓടത്തെ. ചാന്തിത ഈ ഏരിയ തന്നെ പോകും. രണ്ട് 3 4 5 ചാവി വിടോ 6 നല്ല റിസൾട്ട്. അടിപൊളി, നല്ല രസം. അയ്യാ, അത്
എത്രയോ ആയി 10 പോലെ ആയിട്ട് തോന്നില്ല 10 മണി കഴിയാറായി. നമ്മളെ 30 ഷോട്ട്സ് കിടിലനായി. അടുത്ത നമുക്ക് ഇതാ വലിയ പെൻസിൽ ഉണ്ട്, വലിയ കമ്പിത്തിരി പിടിച്ച് വലിയ കമ്പിത്തിരി കഴിച്ച് ഇത് കത്തിക്കാം. പിന്നെ പൂക്കുറ്റി ഉണ്ട് 10 എണ്ണത്തിന്റെ വലുത്, അത് നമ്മളിങ്ങനെ നിരത്തി വെച്ച് കത്തിക്കും കേട്ടോ. വലുത് എവിടെ? കമ്പിത്തിരി ഇത് പെൻസിൽ ഗൈസ്. ചെറിയ മക്കൾ കുറച്ച് കളിക്കട്ടെ. അടുത്ത വേഗത്തിച്ചോ എപ്പ തീരട്ടോ. ഇത് പെൻസിൽ നിങ്ങൾക്കൊന്നും വേണ്ട. പെൻസിൽ എന്നാ ഓനെ എല്ലാം വേണോ? എനിക്ക് കൂടെ തരാം. ഗൈസ് നമ്മൾ ഇവിടെ 3 പൂക്കുറ്റി ഇവിടെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് 3 കൂടെ കത്തിക്കാൻ പോവാണ്. റെഡി അല്ലേ? ഇതിലൊന്ന് ഞാൻ കത്തിക്കാം. ഒന്ന് ഞാൻ കത്തിക്കും. ഒന്ന് ശ്രീ കത്തിക്കട്ടെ. 3 ആളും കൂടെ മേശാമു കത്തിക്കാൻ പോണി. ഞാനാണ് വീഡിയോ എടുക്കുന്ന ഗൈസ്. ഇത് കിട്ടുമോ എനിക്ക് അറിവിടാ. കിട്ടൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ഗ്രീന് 3 ഗ്രീനാ. ഞാൻ ആദ്യമായിട്ട് എത്ര അടുത്തുനിന്ന് കാണുന്നത്. ഇനി നമ്മൾ വലിയ കമ്പിത്തിരി അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇവരാണ് ഭയങ്കര ഞങ്ങളെക്കാട്ടും ഭയങ്കര എക്സൈറ്റഡ് പടക്കം പൊട്ടിക്കുക. പ്രതീക്ഷിച്ചില്ല. ഒന്ന് ഞാൻ ഒപ്പരം കത്തിക്കാം നമുക്ക്. കുറച്ച് വിട്ട് വെക്കാം, എന്നിട്ട് 5 ഒരുമിച്ച് എന്നിട്ട് 5 എണ്ണം എങ്ങനെ വെച്ച് കത്തിക്കാം. ഓക്കെ റെഡി. ഞാൻ ആദ്യം ചെറുത് കത്തിക്കാം. നമ്മളേട്ട അന്നെങ്ങാനും ഒരു വെറൈറ്റിക്ക് കുറച്ച് മുന്നോട്ട് തട്ടി. നേരത്തെ സെറ്റ് ചെയ്തതാ. അത് കാണാൻ അടിപൊളി. 3 കുറച്ചിങ്ങനെ വിട്ട് വെച്ച് പൈൻ്റെ ഭംഗി. കത്തിക്കട്ടെ. നിന്റെ മോനെ ഈ ഒറ്റയ്ക്ക് കത്തിക്കേ. ഇന്നേ വരെ കണ്ടിട്ടാ. കത്തുന്നുണ്ട്. സ്വാമിക്ക് അഭിമാനിക്കാം. നമ്മള് സിംഗിൾ ഷോട്ട് ട്രൈ ചെയ്യാൻ പോണ ഗൈസ്. അതാണ് ഞാൻ കത്തിക്കുന്നത്. ഇത് ഭയങ്കരമായിട്ട് ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അവള് കണ്ടിട്ടൊന്നുമില്ല, ഊഹിച്ച് പറയാം. നമ്മൾ അവിടുന്ന് ഓരോരുത്തരടുത്ത് എക്സ്പ്ലനേഷൻ എടുത്തിട്ടാണ് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നത്. അത് പിന്നെ ഒന്നും അറിയില്ല ഞങ്ങൾക്ക്. പിന്നെ പക്ഷെ അളക്കിനെ പറ്റി ഒന്നും അറിയില്ല. ചെല്ലിക്ക് പൊട്ടിച്ച ക്യാമറ പിടിക്കുന്നത്. ക്യാമറ ഓടാനാണ്, വേറെ ആരും സിംഗിൾ ഷോട്ട് അല്ല ഈ പേടിക്കാനില്ല. ഒറ്റ ഷോട്ടിൽ ഒന്നെങ്കിൽ എന്റെ കാര്യം തീരുമാനമാവും, അല്ലെങ്കിൽ ക്യാമറ പിടിക്കണത്. അമ്മ ഇത്ര വലിയ സാധനമാണ് ഗൈസ്. ഇത് എന്താ ഇത്? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാണ്ട് വെക്കണേ. ചെരിഞ്ഞാ കഴിഞ്ഞ്. ഇവിടെ കമ്പിത്തി. എനിക്ക് ഉറപ്പല്ലേ ഇവിടെ ഉണ്ടോ നോക്കിയേ. കഴിഞ്ഞാനെ ഇപ്പൊ തിരിച്ചു കത്തിച്ചേനെ. ഞാൻ എടുത്തു തരാം. ഈ കുറച്ച് നേരത്തെ എന്താ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒക്കെ പക്ഷേ പേപ്പർ
ഓക്കെ റെഡി അല്ലേ? എവിടെയോ വന്നിട്ടാ പറയുന്നത്. മോനെ എന്തോ പൊട്ടും. ഇത് രസായില്ല. ഞങ്ങള് ആകാശം മുഴുവൻ നിറയുന്നത് അല്ല, ആർക്കും അറിയില്ല. ഇത് ആകാശം മൊത്തം നിറഞ്ഞു വെക്കോ. ആകാശം മൊത്തം എവിടെ ആകാശം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? ഇത് 30 ഷോട്ടിലുള്ള ഒരൊറ്റ ഷോട്ട് അത്ര ഇത് ചീറ്റിപ്പോയതാ. അതെന്താ ഇതില് ക്ഷീണമായിട്ട് നമുക്ക് 60 ഷോട്ട്സ് ഇനി വിഷയം അവനെ കൂട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ഇനി സല്ലു ഞാൻ ഒരു കാര്യം പറ, അളിയലാന്ന് ഞാൻ നോക്കൂല. വിഷയം കൂട്ടണ്ട. ഒന്നാവും തരും. ഓക്കെ, എല്ലാ ഫെസ്റ്റിവൽസിനും വലിയ വലിയ സാധനങ്ങൾ പൊട്ടിക്കുന്ന 5 ആയിരുന്നു. എന്നെ ഇവിടെ തഴഞ്ഞു. എനിക്ക് സഹിക്കണില്ല. എന്നൊരു കാര്യം, നിങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് പൊട്ടിച്ചോ? അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചാൽ രണ്ടാളും പൊട്ടിക്കണ്ട, ഞാൻ പൊട്ടിച്ചാലോ? അയ്യോ അയ്യോ, ഈ പൊട്ടിക്കോ? ഈ പൊട്ടിക്കോ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞു. ഞാൻ 500 രൂപയ്ക്ക് ഈ പൊട്ടിക്കോ? 500 പറ്റുന്നു. എന്റെ ധൈര്യക്കുറവിനെ വെച്ച് ആലോചിക്കുകയാണെങ്കിൽ കാക്ക ഒരു 10 ഉറുപ്പെങ്കിലും കാക്ക ഇത് പൊട്ടിക്കണം. വേണ്ട വേണ്ട, ഈ പൊട്ടിക്കണ്ട. എനിക്ക് നഷ്ടമാണ്. ഓടിക്കോ ഓടിക്കോ. ഹായ്. ഇതാണ് ശരിക്കും സ്കൈ മൊത്തം നിറഞ്ഞത്. കാക്കപ്പ് നിലത്ത് പോകുന്ന തോന്നുന്നത് അത്രയും ഷൂട്ട് ചെയ്തിട്ട്. ഇനി വേറൊരു സാധനം ഉണ്ട് ഗൈസ്, ചറപറ. വെറൈറ്റി ആയിട്ട് ഒരു സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്പാർക്കിൾ ഇല്ലേ, മറ്റേ ഇങ്ങനെ ചറപറാന്ന് ഭയങ്കരമായിട്ട് കത്തുന്ന സാധനം. അത് സാധനങ്ങളുള്ളൂ ഗൈസ്. അത് ശ്രീ പൊട്ടിക്കുന്ന ഞാൻ കത്തിക്കും. ഏതാ ഉള്ളത്?
നല്ല സമാധാനത്തോടെ പൊട്ടി തീർന്നു. നല്ല രസമല്ലേ ഇത്? എനിക്ക് ഇഷ്ടമായി. ഇത് ഈ കുഞ്ഞു ചറവറ അത് വലുതായിരുന്നു, ഇത് ചെറുതിട്ട്. ഇനി ഇത് കത്തിക്കാം. അഞ്ചി ചെല്ലേ അമ്മേ. അത് റെഡ് ആയിട്ടാ കത്തിയത്. നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല രസമുണ്ട്. പൂക്കുറ്റിയല്ല ഏതാന്ന് തീരുമാനമാക്കൂ. മാറിക്കോ മാറിക്കോ. പടക്കത്തിനെക്കാട്ട് വെച്ച് ശാമിക്കാം. അങ്ങനെ ഗൈസ് നമ്മളെ കലാശക്കൊട്ടായിട്ട് നമ്മൾ 2000ന്റെ മാലപ്പടക്കം പൊട്ടിക്കാൻ പോവാണ്.